നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലരും ഹൃദയം കലങ്ങിയായിരിക്കുന്നത്. പിന്നെ ചോദിക്കുമ്പം എന്തുകൊണ്ട് അമ്മാമ്മ വിശേഷം? സന്തോഷമായിട്ട് പോകുന്നു. ഹൃദയം കലങ്ങിയിരിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പലരും ഹൃദയകലക്കത്തോടിരിക്കുന്നവരാ. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയാനുള്ള സന്ദേശം, ഹൃദയം കലങ്ങരുത്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, സർവജ്ഞനായ ദൈവം, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. മോളെ ഗ്ലാസ് ഇട്ട് ഞാൻ ഗ്ലാസ് ഇട്ട് ശബ്ദം ഉണ്ടാക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ്. ഞാൻ ഇനി പറയുന്ന കാര്യം പെന്തിക്കോസുകാരായ പ്രിയപ്പെട്ടവർക്ക് കുറച്ചുകൂടെ തിട്ടമുണ്ട്, ദേശത്തുള്ളവർക്കും കുറച്ചുകൂടെ തിട്ടം വരും. ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തവരുടെ അറിവിനാണ് ഇനി ചില കാര്യങ്ങൾ പൊതുവിൽ പറയുന്നത്. ഈ ഒരു ദിവസത്തെ യോഗവും പിന്നെ പല രീതിയിലുള്ളവർ വന്നിരിക്കുമ്പം രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും, ആത്മസ്നാനം പ്രാപിച്ചവരും ആത്മസ്നാനം പ്രാപിക്കാത്തവരും, ആദ്യമായിട്ട് വരുന്നവരും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരും, പിന്നെ ഉപദേശിമാരും പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർമാർ, അങ്ങനെയൊക്കെ ഉള്ള പല ആൾക്കാർ വന്നിരിക്കുമ്പം ഇത് നമുക്ക് അത് പറഞ്ഞൊപ്പിക്കാനും ഇച്ചിരി അപ്പം പണ്ട് ഒരു പഴമൊഴിയുണ്ട്, സ്തോത്രം, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി വേണം ഇത് പോകാൻ. അപ്പം നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, സാറ് പറഞ്ഞ കഥയാ. ഒരു സംഭവം, 1/2 മീറ്റർ തുണിയുമായിട്ട് ഒരു അപ്പനൊരു ചെറുക്കനുമായിട്ട് തുന്നക്കാരൻ്റെ അടുക്കെ ചെന്നു. 1/2 മീറ്റർ തുണി, ചെറുക്കൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുക. തുന്നക്കാരനോട് പറഞ്ഞു അവൻ്റെ അളവിന് നിക്കർ തയ്പ്പിക്കണം. അപ്പം തുന്നക്കാരൻ തുണി അത് നോക്കിയപ്പം 1/2 മീറ്റർ അവൻ്റെ അളവെടുത്തു. അങ്ങനെ എല്ലാം നോക്കി അളവെല്ലാം എടുത്ത് കുറിച്ച് വെച്ചു. അപ്പം ഈ കുറിച്ചെടുത്തുകൊണ്ടിരുന്നപ്പം അപ്പം പറഞ്ഞു, അവൻ്റെ ചേട്ടൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുക, അവനോട് വല്ലപ്പോഴും ഇടണമെന്ന് പറഞ്ഞു. ആകെ 1/2 മീറ്റർ തുണിയാ, അളവ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ. പറഞ്ഞു ഇവൻ്റെ ചേട്ടൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുക, അവനും വല്ലപ്പോഴും ഇടുവെന്ന്. തയ്യക്കാരൻ പിന്നെ ഇത് കാര്യം നടക്കണമെന്ന് ഓർത്ത് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് കുറിച്ചും പറഞ്ഞു, ഇവൻ്റെ ഒരു പൊടിക്കുഞ്ഞുണ്ട്, അവന് 2 വയസ്സാകുന്നതേ ഉള്ളൂ, അവനും വല്ലപ്പോഴും എടുത്ത് ഇടുവെന്ന് പറഞ്ഞു. ആകെ 1/2 മീറ്റർ തുണിയാണ്. പിന്നെ ഉടക്കുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് തുന്നക്കാരൻ പറഞ്ഞ് എന്നാൽ എന്ന് വരുമെന്ന് ചോദിച്ചു. തിങ്കളാഴ്ച നാളെ നാട്ടെന്ന് പറഞ്ഞേച്ച് ഇറങ്ങി അവിടം വരെ എന്ന് പറഞ്ഞു, വല്ലപ്പോഴും ഞാനും ഒന്ന് ഇടുമെന്ന് പറഞ്ഞു. അപ്പം തുണി ആകെ 1/2 മീറ്റർ, അളവ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെയാണ്. ഇടുന്നത് പല അളവുള്ളവരാ എന്ന് പറഞ്ഞാൽ പല രീതികളിലുള്ളവരായി വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാത്രോ പറയുന്നുള്ളൂ. നമുക്കിന്ന് രാത്രി ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. അച്ഛൻ ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ശിവപാസ്റ്റു ഒന്ന് വായിക്കും, മൈക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് അച്ചായനും വായിക്കണം. അച്ചായൻ്റെ വായന നന്നായിരിക്കുന്നു. സത്യമായനിലും നിത്യപിതാവിലും സത്യമായനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ പോയി വരും ഞാൻ പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ.
അമൃത ഭവനങ്ങൾ ഉണ്ടതിനാ, അമൃത ഭവനങ്ങൾ ഉണ്ടതിനാ, ഇനി ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓർപ്പിച്ചല്ലോ, വായിച്ചു കേട്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. എന്താണ് സുവിശേഷം? ഏതാണ് സുവിശേഷം? ഇത് ഏകദിന സുവിശേഷ യോഗമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല. ആൾക്കാരെ ഭീഷണിപ്പെടുത്ത് ഇതിനകത്ത് ചേർക്കുന്ന മാർഗമല്ല. തത്വസംഹിതകൾ ഭാഷാധോരണിയാൽ ഇങ്ങനെ വിവരിക്കുന്നതല്ല. പ്രത്യയശാസ്ത്രവും അല്ല. ഭാഷകൾ നന്നായിട്ടെടുത്ത് അമ്മാനമാടി ജനത്തെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതല്ല. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതുമല്ല സുവിശേഷം. അടികൊടുത്ത് ആൾക്കാരെ ഇതിനകത്ത് കയറ്റുന്നതല്ല സുവിശേഷം. വടിവാള് ചുഴറ്റി ഭീഷണിപ്പെടുത്തി കയറ്റുന്നതല്ല. വന്നില്ലെങ്കിൽ ചുട്ടുകളയും, അതല്ല സുവിശേഷം. ഞങ്ങളുടെ കൂടെ കൂടിയില്ലേ, നിന്റെ പെടലി കണ്ടിച്ച് പാലത്തെ വെക്കും. ഏതാ? ചെറുകോല് പാലത്തെ. അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ധന്യനായ പൗലോസിലേക്ക് ഈ കാര്യം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന വാക്യം കൊണ്ട് ഒന്നിച്ച് പറയണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. ചെന്നിത്തലക്കാരെ പറ്റി നല്ല കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ തിരിച്ചു പറയേണ്ടി വരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. യേശു ഞങ്ങളുടെ ആളാ. യേശു എല്ലാവരുടെ ആളാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതൊന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ഈ സുവിശേഷമാണല്ലോ എപ്പോഴും പറയുന്നേ. ഞാൻ എൻ്റെ ശൈലി പറയാം. നിങ്ങൾ ഇപ്പം മിക്കവും ഉടക്കാന്നല്ലോ, എന്നാലും തിരക്കേടില്ല. യേശു ക്രിസ്തു കത്തോലിക്കരുടെ കുത്തകയല്ല. യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, ആംഗ്ലിക്കൻ, CMS, CSI, സാൽവേഷൻ ആർമി, ബ്രദർ, ഇവാഞ്ചലിക്കല് ഉണ്ടല്ലോ, കൽദായ സുറിയാനി, കനാനായ കത്തോലിക്കർ, കനാനായ യാക്കോബ, വിവിധ സഭകളാണ്. ഇവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. നാടൻ ഭാഷയെ പറയാ, ബെന്തിക്കോസുകാരുടെയും കുത്തകയല്ല. ബെന്തിക്കോസ് തന്നെ പല വകുപ്പുണ്ട്. ഇവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഈ മനുഷ്യന് ഈ ജാതിയും വർഗവും വർണ്ണവും എല്ലാം ഒപ്പിച്ചു വെച്ചത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒഴിവാക്കി. ഈ ഇരിക്കുന്നതെല്ലാം ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാണ്. തർക്കം വല്ലതും ഉണ്ട്, ഇപ്പം എഴുന്നേറ്റ് പറയണം. ഇല്ല, തർക്കിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സ്കൂളിൽ നിങ്ങളെങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്?
എങ്ങനെ പഠിപ്പിച്ചേക്കുന്നു? കുരങ്ങ് അങ്ങനെയാണോ? അങ്ങനൊന്നും അല്ല. അത് പുള്ളിയുടെ സിദ്ധാന്തമാണ്. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അല്ലാതെ അങ്ങനെ തന്നെ. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് മണ്ണ. അതില്ലേ പിന്നെയും 10 സെന്റ് എഴുതാനല്ലേ താല്പര്യം ഇല്ലേ? അമ്മാമ്മ അച്ചാനോട് കാറേ പോവുക, അച്ഛാ നല്ല സ്ഥലമാണ്, നമുക്കത് വിറ്റേച്ച് ഇത് മേടിക്കുന്നതായിരിക്കും. ഉടനെ അച്ഛൻ പറയും ഇത് നല്ലതാണ്, അത് വിൽക്കുവൊന്നും വേണ്ട, കണ്ടോ അകത്ത് കിടക്കുക മണ്ണ് ഇല്ലേ? കൂടുതലും പ്രശ്നം നോക്കി അയലത്തുകാർ തമ്മിൽ അതിര് തർക്കമല്ലേ? മണ്ണിൽ നിന്ന് എടുത്തത് തെളിവാ. പണ്ടൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടറെ രോഗികളെ ഇങ്ങനെ, ഇപ്പോഴത്തെ ചികിത്സാ സമ്പ്രദായമല്ല നേരത്തെ. അപ്പം നമ്മൾ സ്റ്റൂളിലിരിക്കും, പുള്ളി നല്ല കസേരയിൽ ഇരിക്കും, രോഗങ്ങളൊക്കെ ചോദിച്ചു പറയും. ചില ഡോക്ടർമാരാണെങ്കിൽ ഇങ്ങനെ വാ പൊളിച്ചേ, നാക്ക് നീട്ടിക്കേ, പഴയ രീതിക്കാ. ചെല്ലു പറയും അതേ ടോണിക്കിന് എഴുതി തരിക, എന്നെ അയണിൻ്റെ മണ്ണിൽ നിന്ന് എടുത്താന്നേ. അപ്പൊ ഈ മണ്ണ് കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓർപ്പിച്ചല്ലോ, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിനെ കൊണ്ട് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിൻ്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് സമീപഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം നിദ്ര വിട്ടു, ഉറക്കം ഉണർന്ന് കണ്ട ഉടനെ ഹവ്വ നിൽക്കുന്നതാ കണ്ടത്. സൈമൺ സാറ് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, കൊടുത്തിരിക്കുന്ന പ്രയോഗം ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന. ഞാൻ പറയാറുണ്ട് ആദാം ഒറ്റ പ്രാവശ്യം അന്തം വിട്ടോളൂ. നമ്മൾ കാണുമ്പോൾ അന്തം വിടുക. നിങ്ങൾ ചിലരോട് സംസാരിച്ച് പിന്നെ എൻ്റെ ബേച്ച വിശേഷം കാര്യം അവൾ വരുന്ന ഞാൻ പോവുക ഉണ്ടാ. അപ്പോൾ ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടു പോയെന്ന. എന്തായാലും കൊള്ളാം, അന്തം വിട്ടെങ്കിലും ഹവ്വായുടെ സൗന്ദര്യത്തിൻ്റെ ആ വിശേഷത സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുബിംബം പോലെ നിൽക്കുക ഹവ്വ. പുള്ളി ഇച്ചിരി താമസിച്ച് പോയത് യോഗം പുള്ളി അങ്ങ് മറന്നുപോയി. അപ്പം എന്നാലും സമയത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവം കൊണ്ടുവന്നു. അത് ഇടയ്ക്ക് ഈ പാട്ട് പാടിയതാ ഒത്തത്. ആരാധിച്ചപ്പോൾ എൻ്റെ ഇടയിലെ പരിപാടിയെല്ലാം അങ്ങ് നടന്നു. പുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസം നമുക്കും ഉണ്ടാകും. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുപോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു. അതാ പറയാ, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹവ്വായെ കണ്ടത് നല്ല ചന്തമായിട്ട് നിൽക്കുക, അല്ലാതെ മുടിയും ചെയ്യുകയല്ല, കുളിക്കാരോ നനയ്ക്കാരോ ഒന്നും അല്ല ഹവ്വ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ ഉടനെ അങ്ങ് മുഖം വല്ലാതാകുന്നു. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹന്ത മണ്ണിലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യമെന്തൊരു നവസൃഷ്ടി. വാനവ പരിശകിലെങ്ങാനുമാണോ വരില്ലാനാദികൾ കൽപ്പഭേദമോർത്തു കണ്ടാൽ കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന നീയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും
നല്ല പല്ലായിരുന്നെന്ന്. ചിലക്കിതെല്ലാം കേട്ടിട്ട് അങ്ങ് അരിശം വരുന്ന തള്ളയോട്. ദന്തപ്രഭയും മുകളവും പാടലാതരം മനോമോഹനം നാസികയും പേടമാനടിപണിതിയിടുന്ന മിഴികളും ഉല്ലസൽക്കല്ലോലം പോലുലകൻ ജില്ലി യുഗം നല്ലൊരു താടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും. ഇതെല്ലാം വിവരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചൊല്ലിയിട്ട് തന്നെ നിങ്ങൾക്ക് അത്ര സന്തോഷം വരുന്നില്ല. അതുകൊണ്ട് ഇനി വിവരിച്ചാൽ പിന്നെ ഉള്ള സന്തോഷം കൂടെ പോകും. എന്തായാലും സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ്. അപ്പോൾ ആദ്യ മനുഷ്യനാകുന്ന ഏകനാകുന്ന ആദമിൽ നിന്നാണ് സകല മനുഷ്യരാശിയും ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത്. ഒരുത്തനിൽ നിന്ന്. അവൻ ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യനാ ഇതിൻ്റെ ഈ വകുപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി കൂടിയ പുള്ളിക്കാരാ, നിങ്ങൾ അത്ര കൂടിയത് അല്ല. പണ്ട് എഴുത്തച്ഛൻ രാമായണത്തിലൊരു പ്രയോഗമുണ്ടായിരുന്നു. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗമെന്നിങ്ങനെ ആമ്രേടി തങ്കലർ നീടുന്ന ശാന്തരെ. ബ്രാഹ്മണോകം നരേന്ദ്രോഗം ആഡ്യോഗമെന്നിങ്ങനെ ആമ്രേടി തങ്കട് നീടുന്ന ശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും. മനുഷ്യനാണ് ഈ തരംതിരിവെല്ലാം ചേരിതിരിവെല്ലാം ഉണ്ടാക്കിയത്. ദൈവത്തിന് ഇത് വിഷയമല്ല. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല, കുറെ വ്യക്തികളുടെ ദൈവമല്ല. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് കുടുംബത്തിൽ പിറന്ന വ്യക്തിയാകട്ടെ, ദൈവത്തിന് ഇത് വിഷയമല്ല. ഇന്ന് രാത്രി യേശുക്രിസ്തുവിനായി ജീവിക്കുവാൻ നിന്റെ ജീവനെ സമർപ്പിക്ക്. നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു അതാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ തകർക്കുവാൻ അനേകര് കച്ചകെട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ സുവിശേഷത്തെ, ഈ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ, തൂത്തുകളയുവാൻ, തുടച്ചു മാറ്റുവാൻ അനേകർ രംഗത്ത് വന്ന്. പേരുകളൊന്നും ഇപ്പൊ പൊതുവിൽ പറയേണ്ട കാര്യമില്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എൻ്റെ ഭാഷ പറയാം, കച്ച അഴിഞ്ഞു പോയതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. കാരണം ഇതാ, ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഉയർത്തു കയറിയ മാർഗമാണ്. ഇന്നും അത് ജീവിക്കുന്നു. CSIയിലെ പാടുന്നൊരു പാട്ടുണ്ട്. മാർത്തോമക്കാരും അത് പാടാറുണ്ട്. CSI എന്നും മാർത്തോമ എന്നുമൊക്കെ ആ സഭ മാറ്റാൻ വന്നതല്ലേ. ആ സഭയിൽ പോകുന്ന ആരെയും കൊണ്ട് ഒന്ന് കൈപൊക്കിക്കേ. ഇവിടെ ആരും ഇല്ലയോ? രണ്ട് സഹോദരിമാരേ ഉള്ളൂ. എല്ലാവരും ബന്ധുക്കോസുകാരാ. കൊച്ചേ നീ കൂടെ എവിടെ പോ, അവിടെ അങ്ങനെ വിധി. അപ്പൊ അവിടെ പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് പാടാം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. പിടിക്കണം പേയും കോട്ട നാം പിടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി കോട്ടത്തോ ഉയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ സുവിശേഷത്തെ തകർക്കുവാൻ അനേകര് രംഗത്ത് വന്നു. സുവിശേഷത്തിന് ഒരു കോട്ടം വന്നിട്ടുമില്ല, ഇനി വരത്തുമില്ല. സുവിശേഷത്തെ തകർക്കാൻ പല നിലകളിൽ പലരും പരിശ്രമിക്കുന്നുണ്ട്.
ഒന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. സുവിശേഷത്തിന് ഒരു കുഴപ്പവും വരികയില്ല. ഇത് ഉയർത്തു വന്ന മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല, സുവിശേഷം വന്നതാണല്ലോ നമുക്ക് ഗുണം വന്നത്. എൻ്റെ ഭാഷ ഞാൻ അങ്ങ് പറയുക. ചരിത്രം പഠിക്കുന്നവർക്ക് നന്നായിട്ട് ആ കാര്യം അറിയാം. നേരും ചൊവ്വനും തുണി കൊടുക്കാനൊത്തത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അച്ചായനും അച്ചായൻ്റെ അച്ചായനും ആ അച്ചായൻ്റെ അച്ചായനും ആ അപ്പച്ചൻ്റെ അപ്പച്ചനുമൊക്കെ ഇതുപോലെ വെള്ളത്തുണി ഉടുത്തുകൊണ്ട് ചെന്നിത്തലയിൽ കൂടെ പോയാൽ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു. ചെന്നിത്തല എന്നല്ല, പുള്ളിയെങ്ങാനും എടുത്തോണ്ട് തല കാണുകയല്ല, പിന്നല്ലേ ചെന്നിത്തല. ഇല്ല, മറ്റവർ വന്ന് തലയെടുക്കുമായിരുന്നു. ശബ്ദം ഉണ്ടാക്കും, ഹോയ് ഹോയ്, ഓടി ഒളിച്ചോണം. ഇത്ര അടി അകലം. ആ പറഞ്ഞ അടിക്ക് ദൂരം മാറി ഇന്നലെ വേറെ അടി സ്പെഷ്യൽ വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ചെന്നിത്തല പുഞ്ച ഇവിടെ അടുത്തല്ലേ? പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞത് മനുഷ്യനെയും കാളയും കൂടെ വെച്ചല്ലേ പണ്ട് ഉഴുതോണ്ടിരുന്നത്. ആശാൻ പണ്ടൊരു പാട്ട് പാടി, അവസ്ഥ കണ്ടുകൊണ്ട് പാടിയതാ. മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. അപ്പൊ കാളയോട് ചേർത്ത് അല്ലെ മാടിനോട് ചേർത്ത് മനുഷ്യനെ വെച്ച് ഉടുന്നൊരു കാലം. ഒരു സായിപ്പ് കടന്നു പോയപ്പോൾ ഇങ്ങനെ കണ്ടു. സായിപ്പ് ബക്രി കഴിഞ്ഞ് വിളിച്ചേച്ച് ബംഗ്ലാവിൽ കൊണ്ടുപോയി. പിന്നെ തേച്ച് കുളിപ്പിച്ച്, എൻ്റെ ശൈലി പറയുക, അക്ഷരമൊക്കെ പഠിപ്പിച്ച് പുസ്തകവും കൊടുത്തു. അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടെന്നുള്ളതാണ്. പറഞ്ഞു വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. നേരും ചൊവ്വനും രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഞാൻ ചില യോഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. ഇപ്പം അമ്മച്ചിമാരൊന്നും അധികം കാണത്തില്ല. ഇപ്പം അമ്മച്ചിയാണെന്നും അറിയത്തുമില്ല. പണ്ടൊക്കെ ആണെ ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് ഇരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അത് അമ്മച്ചിയാണ്. അപ്പോൾ പഴയ ഞങ്ങളുടെ അമ്മമാരെ യോഗത്തിന് ഓറി ജീസസ് അത് വായിക്കാനും എഴുതാനും പോലും തള്ളക്ക് അറിയത്തില്ല. എന്നാലും വെച്ച് അലകുക ഒക്കെ സുവിശേഷം വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ അമ്മമാര് പറയും, എന്നാൽ അമ്മയോട് പറയാം എന്ന് എഴുതി ഇങ്ങ് തരാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഭാഷ പറയാ, രണ്ട് ഇംഗ്ലീഷ് പറയാനൊത്തത് സുവിശേഷം വന്നത് കൊണ്ടാണ്. സ്തോത്രം. നീ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. വഴിയിൽ കൂടെ അന്തസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആമൻ നടക്കുന്നു. ഇപ്പം വണ്ടിയിലൊക്കെ പോയി 80 പോകുന്ന കുഴപ്പം സൂക്ഷിച്ചോണേ ബേബി. പക്ഷെ ഇതൊക്കെ വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നു. പണ്ട് പള്ളിക്കൂടത്തിൽ ഒരു പെങ്കൊച്ചനെ ഇരുത്തിയെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ച് കളഞ്ഞു. പഠിത്തം ഇഷ്ടമല്ലായിട്ടല്ല, ആ പെങ്കൊച്ചിനെ അവിടെ സ്കൂളിൽ കയറ്റി ഇരുത്തുക. അതാ വിഷയം. അതാ പള്ളിക്കൂടത്തിന് അവർ തീ വെച്ചു. തിരുവനന്തപുരത്ത് തീ വെച്ചപ്പം കുമ്പനാടിനടുത്ത് പൂവത്തൂർ ഉണർവ് നടന്ന സ്ഥലം. ആ പൂവത്തൂർ ഉണർവ് ഭയങ്കര ഉണർവാണ്. പക്ഷേ പള്ളിക്കൂടത്തിന് തീ വെച്ചെന്നുള്ളതാണ്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. എന്നേക്കാൾ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. ഒന്നിച്ചൊരു കല്യാണ പന്തിയിൽ ഇരിക്കുകയല്ലായിരുന്നു, ഇരുത്തുകയല്ലായിരുന്നു. അതെല്ലാം മാറി സുവിശേഷം വന്നതാണ്. അങ്ങനെ അടുക്കടുക്കായിട്ട് എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷമാണ് നമ്മൾ യോഗ്യരാക്കി തീർത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, ഏത് സ്ഥലത്തും എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു.
മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വിട്ട് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ആ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർക്കറിയാം, സുവിശേഷ പുസ്തകങ്ങൾ 4 എണ്ണമാണ് പ്രാരംഭത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളു. പക്ഷേ ആ സുവിശേഷം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ വിശേഷതകളാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തു രാജാതിരാജാവാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് തെളിയിച്ചയാളാ. യേശു ക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് സ്തോത്രം തെളിയിച്ചയാളാ. മാത്രമല്ല, യേശു ക്രിസ്തു നിത്യ സത്യ ദൈവമായ ഏക ദൈവമാണ് ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാണ് ഈ 4 പേരും എഴുത്തുകളിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തുവാണ് ഏകദൈവം, യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവാണ് നിത്യദൈവം, യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം. അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റു സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തതകൾ ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പോൾ ഓർപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. മറ്റ് 3 പേരും രേഖപ്പെടുത്താത്ത പല കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. ഉദാഹരണം, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അത് മറ്റ് 3 സുവിശേഷത്തിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. അതുപോലെ തന്നെ രാത്രിയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്ക വന്ന് നിക്കോളമാസ്, അവർ തമ്മിലുള്ള സംഭാഷണ പരമ്പര, അത് മറ്റ് 3 സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ നമ്മളത് പഠിക്കുന്നത്. മാത്രമല്ല, ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് യേശു സംഭാഷിക്കുന്ന ആ സംഭാഷണ പരമ്പര, അത് മറ്റ് 3 സുവിശേഷത്തിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അത് നമ്മൾ നന്നായിട്ട് വായിച്ച് ഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിന് യേശു ഉയർപ്പിച്ചു. ഇത് മറ്റ് 3 സുവിശേഷത്തിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. അതുപോലെ തന്നെ പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ടത്, മറ്റ് 3 പേര് മീൻപിടുത്തമൊക്കെ പറഞ്ഞെങ്കിലും പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ട വിഷയം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിച്ച് ഗ്രഹിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ തെളിയിക്കുക. ഞാൻ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നത്, ഇത് എനിക്ക് ശബ്ദം ഇത് കിട്ടുന്നുള്ളൂ, ഇത് ഒരെണ്ണല്ലേ മുന്നേ ഉള്ളു. അപ്പം ഞാൻ താഴെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ എന്നെ താഴെ ഇറക്കാനാണല്ലോ ഒത്തിരി പേരും നോക്കുന്നത്. എന്നാലും സൈമച്ചൻ എന്നെ മേളിലോട്ട് കയറ്റിയത് കൊണ്ട് നന്ദി. അപ്പം ശ്രദ്ധിക്കുക, പിള്ളേർ എന്നത് ഞെരടുന്നുണ്ടോ? ഇവിടെ തുടരുത്. യേശു പറഞ്ഞ പോലെ ഇപ്പം തുടരുത്, യോഗം കഴിഞ്ഞാൽ തൊടാം. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു ഓർപ്പിച്ചല്ലോ, ഏക സത്യ നിത്യ ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. ഈ കാലയളവിലാണെങ്കിൽ മനുഷ്യരെ എല്ലാം ദൈവമാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നിരിക്കുക. നമ്മളെക്കാൾ ആർക്കേലും അല്പം ശക്തിയോ വിശേഷതയോ ഉണ്ടെങ്കിൽ ഉടനെ അത്, ഇപ്പം സൈമച്ചനെ ഒരത്ഭുതം കാണിച്ചോണ്ട് സൈമച്ചൻ അങ്ങ് ദൈവമാകുക. പിന്നെ സൈമച്ചനും പുള്ളിയുടെ കുഴപ്പമല്ല, പുള്ളി ആയതുകൊണ്ട് നമുക്ക് പറയാം. പിന്നെ പുള്ളി അങ്ങ് ദൈവം കളിച്ചിരിക്കുക. മനുഷ്യരാരും ദൈവമല്ല. ഈ ദൈവത്തിൻ്റെ വിശേഷതകളുണ്ട്. എന്തുവാ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ? എല്ലാം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഒന്ന്, ദൈവ സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഭാഷാപ്രോബ്ലം ഒന്നുമില്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഹിന്ദി പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഫ്രഞ്ച് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, അറബി പറഞ്ഞാലും ദൈവം കേൾക്കും. എന്നാൽ ഇന്ന് ചില മനുഷ്യരെ വേറെ ഭാഷ അറിയാൻ മേല. ഇതാരാ? അത് ദൈവമാണ്. കൂടെയുള്ളതാരാ? അത് ദൈവത്തിന് പരിഭാഷയ്ക്കുള്ള ആളാണ്.
ദൈവത്തിന് ഭാഷാ പ്രോബ്ലമില്ല, അവിടുന്ന് സർവജ്ഞാനിയാണ്. മാത്രമല്ല, ഒരാൾ ദൈവം ആകണമെങ്കിൽ ദൈവത്തിന്റെ വേറൊരു വിശേഷത, സകലത്തെ സൃഷ്ടിച്ചവനായിരിക്കണം ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ, ഈ കാണുന്ന സകല ചരാചരങ്ങളും നിർമ്മിച്ചൊരു ദൈവമുണ്ട്, അതാ ക്രിസ്തു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനായിട്ട് ഉളവാക്കി, അവൻ ഉളവാക്കി ഈ കാണുന്ന സകല ചരാചരങ്ങളെയും. ഈ അണ്ടകടാകത്തെ പണ്ട് ചൊല്ലുമല്ലോ, ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡംബൻ ഡംബണ്ട. ഈ കാണുന്ന അണ്ടകടാക 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. ആ ഭൂവിലും മടങ്ങഴും ഭാവുകൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം. അർക്കനും നേതിഷ്ടമാം 5 ലക്ഷം കോടികൾ ദൂരവേ ചലിക്കുന്നു. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിണാഹമെന്ന എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അണ്ടകടാകത്തെ സൂര്യ ചന്ദ്ര നക്ഷത്ര ബിംബാദികള് താരസഞ്ചയം കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വാരി വിതറി ഒന്നൊന്നി കൂട്ടുമുട്ടാതെ അതെല്ലാം കൃത്യത്തിന് കറങ്ങി നിൽക്കുക. ഈ കാണുന്ന സകല ചരാചരങ്ങള് മുഴുവൻ സൃഷ്ടിച്ച ഒരുവനുണ്ട്, സർവജ്ഞനായ ദൈവം, ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം. ഒരു വാക്യം തെളിവിന് വായിച്ചോ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11. ഒരാൾ ദൈവമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ക്വാളിറ്റി വേണമെന്നായി പറഞ്ഞതിന്റെ മറുവശം. ആ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മതി അത് ഞങ്ങളുടെ ജോൺസൺ പാസ്റ്ററുടെ ബന്ധുക്കാരിയല്ലയോ? മാമോ? കാവാലത്തിരുന്ന പിന്നെ മൂടിയിരുന്നാലും എനിക്ക് പിടികിട്ടി. നല്ലൊരു ദൈവദാസിയാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് വന്ന് നല്ല സാക്ഷ്യത്തോടെ ശുശ്രൂഷ ചെയ്ത മാന്യ കർത്തൃദാസ്. ഇനി മൈക്ക് കൂടെ ഒന്ന് വായിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാ. അതുകൊണ്ട് ഒരാൾ ദൈവം കളിക്കുന്നെങ്കിൽ ഇതൊക്കെ സൃഷ്ടിച്ചതായിരിക്കണം. അതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മനുഷ്യരാരും ദൈവമല്ല. ഈ കാണുന്ന സകലത്തെ നിർമ്മിച്ചൊരുവനുണ്ട്. അണ്ടകടാകത്ത്, ബ്രഹ്മാണ്ട കോടിടാണ്ടത്ത് ഈ ഭൂചര കേചര വസ്തുക്കളെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്, അത് സർവജ്ഞനായ ദൈവമാണ്. സ്തോത്രം. ചൊന്നുണ്ട് മൂലവാക്കുമന്നു വനബിരബിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശമുഖബന്നു കാലാന്തരത്തിൽ ഭൂജനകേജനമൂക്കളുടനെയായി തന്നെയും അല്ലാ തോജനങ്ങളും പൊടുതേയുടനായി നേരെ മറിച്ചു നായകനെ നിജനല്ലകലില്ലയായി തന്നെയും അല്ല വനങ്ങളപകടനും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിതുണ്ട്. വനങ്ങളപകടനും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ദിനമാറിതുണ്ട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ച പരമേശന്താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ച വെള്ളങ്ങളിൽ മീതിൽ വസിച്ച